നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പേരാമ്പ്ര വിഷയം വീണ്ടും അത് ഒരുപാടൊരു സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു വാദം ഉയർന്നത് കോൺഗ്രസ് ഈ ഒരു ബോംബ് എറിഞ്ഞു എന്നാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ബോംബേർ ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇത് തീർത്തും പോലീസ് തന്നെ വീണ്ടും ഒരു പ്രതികൂട്ടിലാകുന്ന സാഹചര്യം അല്ലേ? അതെ, ഇതിപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ തന്നെ ചില ഗ്രൂപ്പുകളിൽ നിന്ന് അവർ തന്നെ വീഡിയോ പുറത്തുവിട്ടു. ഇന്നലെ വിടുമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് വിടുമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ പോലീസിനെയും CPM-നെയൊക്കെ ഒരുപോലെ കുഴിയിലാക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. കാരണം നമ്മളൊക്കെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു, മലയാളി വാർത്തയിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്തിരുന്നു, ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. അത് കൃത്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. UDF പ്രവർത്തകർ ഒരു സൈഡിൽ നിന്ന് വരുന്നു, അതിന് മുന്നേ പോലീസ് പറയുന്നു CPM പ്രവർത്തകർ ആയുധങ്ങളുമായിട്ട് നിൽപ്പുണ്ട്, അതൊരു വലിയ കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട. എന്നിട്ട് അടുത്തേക്ക് വരുന്ന UDF പ്രവർത്തകർ ഒരു പക്ഷേ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഒരു 500 മീറ്റർ കൂടി പോകാനുള്ള അനുവാദം തരുമോ? വേണ്ട, കാരണം 1 ഇഞ്ച് ഇനി വെച്ചാൽ അവിടുന്ന് ഒരു പക്ഷേ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് ആയുധമുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് UDF പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. UDF പ്രവർത്തകരുടെ കയ്യിലല്ല ആയുധങ്ങളുള്ളത്, എവിടെയാണ്? CPM പ്രവർത്തകരുടെ കയ്യിലാണ് ആയുധമുണ്ടത്. ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായിട്ട് അതിന് തെളിവുകൾ സഹിതം പുറത്തുവിടുന്നുണ്ട്. പോലീസിന് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ DCC ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ടിയർ ഗ്യാസും ലാത്തിയുമായി നിൽക്കുന്ന DYSPയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. MP അപ്പുറത്തുണ്ടെന്ന് പോലീസുകാരൻ്റെ ശബ്ദരേഖയുണ്ട്. MP അപ്പുറത്തുണ്ട്. അപ്പം എല്ലാ പോലീസുകാർക്കും കൃത്യമായിട്ട് അറിയാം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ MP ആണ്, MP അപ്പുറത്തുണ്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ടിയർ ഗ്യാസ് പിടിച്ചിരിക്കുന്ന, ലാത്തി ഉൾപ്പെടെ പിടിച്ചിരിക്കുന്ന പോലീസുകാരൻ്റെ വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ടിയർ ഗ്യാസ് UDF പ്രവർത്തകരുടെ നേരെ എറിയുന്നു, അതിന് തൊട്ട് പിന്നാലെ ഒരു സ്ഫോടക വസ്തു ചെല്ലുന്നു. അതേ ദിശയിൽ തന്നെയാണ്. ഒരിക്കലും UDFൻ്റെ പ്രതിഷേധം നടക്കുന്ന ഓപ്പോസിറ്റ് ദിശയിൽ നിന്നല്ല പോലീസുകാരുടെ നേരെ വന്നത്. CPM പ്രവർത്തകരും പോലീസും നിൽക്കുന്ന ആ ദിശയിൽ നിന്നാണ് എങ്ങോട്ട് പോയത്? UDF പ്രവർത്തകരുടെ ഇടയിലേക്ക് ഈ സ്ഫോടക വസ്തുവും ടിയർ ഗ്യാസും പോയത്. ആദ്യം ടിയർ ഗ്യാസ് എറിയുന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു പുക വരുമല്ലോ. പുക വരുമ്പോൾ കുറേ പേര് പ്രതിഷേധക്കാർ UDF പ്രവർത്തകർ ചുമച്ച്, ഒരുപക്ഷെ ഷാഫി പറയുമ്പോൾ പോലും പലരും അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് ചുമച്ച് ശ്വാസം മുട്ടി അവർ മാറുന്നുണ്ട്. ആ ചിന്നിച്ചിതറുന്നതിൻ്റെ ഇടയിലേക്ക് വീണ്ടും ഒരു സ്ഫോടക വസ്തു വരുവാണ്. ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ അപ്പോൾ പ്രവർത്തകർക്ക് അത് ഉണ്ടായിരിക്കില്ല. കാരണം ആ സ്ഫോടക വസ്തു വന്ന് വീഴുന്നു. ഇതിനിടയിലാണ് ഷാഫിക്ക് അടിയേക്കുന്നത്. അപ്പോൾ തീർത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. ഷാഫിയെ ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത്. ആക്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു നേതാവിനെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താൻ പറ്റി. ഒരു പക്ഷേ ജീവന് തന്നെ ഭീഷണി എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ആക്രമണമായിരിക്കാം ഒരുപക്ഷെ നടത്തിയത്. പക്ഷേ അത് എപ്പോഴോ അത് അവർക്ക് പാളിപ്പോയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ നല്ലൊരു ഗൂഢാലോചനയുണ്ട്. അപ്പോൾ സ്ഫോടക വസ്തു എറിഞ്ഞതാര്? ഇനി തൊട്ടടുത്ത് നിന്ന് ഷാഫി അടിക്കുന്ന പോലീസുകാരൻ ആരെന്ന് ഇതുവരെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ടില്ല. തൊട്ടടുത്ത് നിൽക്കുന്നവൻ ആരെന്ന് കണ്ടെത്താനാവാത്ത പോലീസ് വൃത്തങ്ങൾ എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് നല്ല കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു MPയെ അടിച്ച പോലീസുകാരനെ അത് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ആരെന്ന് ഒരു പക്ഷെ പുറത്ത് വിടാനോ അവർക്ക് പറ്റാതെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളൊരു വ്യാജേന 5 UDF പ്രവർത്തകരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ആയുധധാരികളായി നിൽക്കുന്ന CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നയാണോ എന്ന് പോലും അന്വേഷിക്കാതെ ഇതെങ്ങനെ UDF പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വന്നു എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് തീർത്തും ഇത് കണ്ടെത്തണം. കാരണം സ്ഫോടക വസ്തു എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്ഫോടക വസ്തു ആണെങ്കിൽ ടിയർ ഗ്യാസ് ആയിരുന്നു വന്നത്. സ്ഫോടക വസ്തു എന്നുള്ളത് ഷാഫി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സ്ഫോടക വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം. അത് UDF ആണെങ്കിലും CPM-ൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്. പക്ഷേ അല്ലാതെ ഇവർ 5 പേരാണ് എറിഞ്ഞതെന്നുള്ള രീതിയിൽ ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പേരാമ്പ്രയിൽ കൂടിയ 450 പേരെയും 450-600ഓളം പേരോളം ഉണ്ടായിരുന്നു. 600ഓളം പേരെയും ഇവർ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. MP അറസ്റ്റ് ചെയ്യട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം UDFൻ്റെ പ്രതിഷേധക്കാർ ആരെ അറിഞ്ഞു? ഈ 5 പേരാണ് എറിഞ്ഞേ. 5 പേരെയും കൂടെ ഒറ്റ പെട്രോൾ പമ്പ് എടുത്ത് ബോംബ് എടുത്തങ്ങ് എറിഞ്ഞു.
അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ കുറച്ച് വീര്യമുള്ള നേതാക്കന്മാരെ കുറേശ്ശെ അകത്താക്കുക, കുറച്ച് പേരെ വിട്ടയക്കുന്നു, കുറച്ച് പേരെ വീണ്ടും അകത്താക്കുന്നു. കാരണം ഈ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് ആറി തണുപ്പിക്കണം. ഇന്നലെ വീണ്ടും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അറിയോ, ഇത് നേരെ ചെല്ലുന്നത് മന്ത്രിതലത്തിലേക്കാണ്. കാരണം 2019 യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. യുവതീ പ്രവേശന സമയത്ത് നമുക്കറിയാം, അന്ന് സാധാരണ ഉള്ളതിലധികം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യൻ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമുണ്ട്. അന്ന് സാധാരണയിലും അധികം പോലീസുകാരെ അന്ന് അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് മന്ത്രിതലത്തിൽ അറിയാതെ ചെയ്യുമോ? അന്ന് എല്ലാവരുടെയും ശ്രദ്ധ ശബരിമലയിലേക്കായിരുന്നു അല്ലേ? ഒരു ഈച്ച അവിടുന്ന് അനങ്ങുമോ? മുഖ്യമന്ത്രിയോ ഈ പറയുന്ന കടകംപള്ളിയോ ദേവസ്വം ബോർഡോ അറിയാണ്ട് ഒരു ഈച്ച അനങ്ങുമോ? അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ, മുഖ്യമന്ത്രിയുടെ, കടകംപള്ളിയുടെ ഒക്കെ അനുവാദത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് ഈ ദ്വാരപാലക ശില്പം എടുത്തോണ്ട് പോയത്. പത്മകുമാറിലേക്ക് ഇപ്പോൾ എല്ലാവരും തിരിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേസ് വരട്ടെ, ഇതിൻ്റെ തെറ്റ് എവിടെയാണോ കള്ളം എവിടെയാണോ തെളിയിക്കുമെന്നുള്ളത്. സാധാരണ കുറേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇവർക്ക് ഇഷ്ടമല്ലാത്തവരുടെയും പേരിലേക്ക് കേസുകൾ കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് മന്ത്രിതലത്തിലോട്ട് കേസ് ഇല്ലാണ്ടിരിക്കുക. ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡിലെ എല്ലാ ഉദ്യോഗസ്ഥരും അതിന് ഒരേപോലെ കുറ്റക്കാരാണ്. ഒരാളറിയില്ലേ, അറിഞ്ഞത് പുറത്ത് വിടത്തില്ലേ? അപ്പോൾ എല്ലാവരും അത് മൂടി വെച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് അത് അവിടുന്ന് കടത്തിയത്. എന്തെല്ലാം സാധനങ്ങൾ, ഇനി എന്തൊക്കെ തെളിയാനിരിക്കുന്നു? ഇത് കൺമുന്നിൽ കാണുന്ന ഈ 2 ശില്പങ്ങൾ കടത്താമെന്നുണ്ടെങ്കിൽ, പാളികൾ കടത്താമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കടത്തിയിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് സ്വർണത്തിനേക്കാൾ അപ്പുറം ഒരു മൂല്യം ശബരിമല ഈ ഒരു ശില്പങ്ങൾക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലഹളയ്ക്ക് ഇടയിലാണ് ഇതെല്ലാം പോയിരിക്കുന്നത്. അപ്പം അത് ഇനിയിപ്പോൾ വിജിലൻസ് ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടെ ഇപ്പോൾ ഡൈവേർട്ട് ചെയ്യുന്ന വഴി ഉണ്ട്. അപ്പോൾ ആ ഡൈവേർഷന് എന്തെങ്കിലും ഒന്ന് മാറ്റം സംഭവിക്കണം. മാധ്യമങ്ങൾ അത് എടുത്ത് കൊട്ടി ആഘോഷിക്കരുത്. ഇപ്പം നോക്കൂ, കുറച്ച് ദിവസമായിട്ട് ശബരിമല വിഷയം അധികം ആരും ഏറ്റെടുക്കുന്നില്ല. അത് ആറി തണുക്കുന്ന രീതിയാണ്. അത് ആറി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫിയിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഷാഫിയുടെ നേർക്കൊരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? ജനത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും, മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. അത് അവർ ഒരു 50% വിജയിച്ചു. ഇന്നലെ വീണ്ടും UDF പ്രവർത്തകർ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ്സിലെ DCC ആണെന്നോന്ന് അവിടുത്തെ DCC പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണം എന്തുകൊണ്ട് ഇവർ നടത്തുന്നില്ല? എന്തുകൊണ്ടാണ്, ആരാണ് ഷാഫിയെ മൂക്കിലടിച്ചത്? ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ പോലീസുകാരല്ല എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ യൂണിഫോം ഇട്ട ഏത് ഗുണ്ടയാണ് ഷാഫിയെ ആക്രമിച്ചത്? അങ്ങനെയാകാമല്ലോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും ഇത് സിനിമയെ വെല്ലുന്ന തരത്തിലാണ്. സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള പെട്രോൾ ബോംബ് എറിയുന്നു, ടിയർ ഗ്യാസ് എറിയുന്നു, അതിൻ്റെ മറവിൽ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ സിനിമയിലെ ആക്ഷൻ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും ഞെട്ടിക്കുന്ന തരത്തിൽ. അങ്ങനെയാണെങ്കിൽ ഷാഫിയുടെ ജീവൻ അപകടത്തിലല്ലേ? ഇപ്പോഴും ഷാഫിയുടെ ജീവൻ അപകടത്തിലല്ലേ? ഷാഫിയെ പോലുള്ള ഒരു MPക്ക് അപ്പോഴും പരിരക്ഷ നൽകേണ്ടുന്ന പോലീസ് ഷാഫി അടിക്കുന്ന രംഗമാണോ നമ്മൾ കാണുന്നത്? പോലീസാണോ, പോലീസിൽ വേഷം കെട്ടിയ ഗുണ്ടയാണോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. തൊട്ടടുത്ത് നിന്ന വ്യക്തി അറിഞ്ഞൂടാന്ന് പറയുന്ന ആരാണ്? ഇവർക്കറിയാലോ എത്ര പോലീസുകാരെ അവരെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന്. ഓരോരുത്തരെയും പിടിച്ച് ചോദ്യം ചെയ്താൽ അറിയാലോ. കൃത്യമായിട്ട് അവർക്കറിയാം. ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന ആൾ, ഷാഫിയുടെ നേർക്ക് നിന്ന ഒരു വ്യക്തി പറയുമല്ലോ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് നിന്ന ആൾ ഇന്ന ആളാണ്, അതിൻ്റെ അപ്പുറത്ത് ഇവർ ഇങ്ങനെ ആ ഒരു ഓർഡർ അനുസരിച്ചാണ് അവരൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്കറിയാം. അവരുടെ കൂട്ടത്തിലുള്ള ഇനി അവരുടെ കൂട്ടത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ നിന്ന് ഇവരെ ഏർപ്പെടുത്തി പോലീസ് വേഷം കെട്ടിയ ഗുണ്ടയായിരിക്കും. CPM പ്രവർത്തകരെ ഏർപ്പെടുത്തിയ ഗുണ്ടയായിരിക്കും. അതെന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? ഈ CPMൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പെട്രോൾ ബോംബ് പ്രതിഷേധക്കാരുടെ നേർക്ക് എറിയാമെന്നുണ്ടെങ്കിൽ ഇതും അവർ ചെയ്തിരിക്കൂടെ? ചെയ്യാം. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അക്കളനെ പിടിക്കാനുള്ള ആളാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിത് ചെയ്തിട്ട് ആൻസി, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ജോലിയാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. പോലീസ് വേഷം എന്നൊക്കെ പറയുന്നത് ആഗ്രഹിച്ച് നേടുന്നതാണ്. അത്തരത്തിൽ ഇവരുടെ ഈ ഒരു ഔദ്യോഗിക പദവിയിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഈ പ്രതിഷേധത്തിലെ ഇടയിൽ അടിയും പിടിയൊക്കെ ഉണ്ടാവും. അത് പോലീസിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ളവർ പറയുമ്പോഴാണല്ലോ ഒരു അടിക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് ഈ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ച പോലീസുകാർ അത് നിലനിർത്താനേ ശ്രമിക്കും. അവർ ഒരിക്കലും ഈ പറഞ്ഞോണം പ്രതിഷേധക്കാരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ MPക്ക് നേരെ കയ്യോങ്ങുകയോ ഗവർണർക്ക് നേരെ കയ്യോങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല.
അവർക്ക് നന്നായിട്ട് അറിയത് അവർക്ക് പണി കിട്ടുമെന്ന്. ജോലിയല്ലേ പ്രധാനം. ഇനി അല്ലെങ്കിൽ ഈ ഒരായുസും അടുത്ത ഒരായുസും കൂടെ സമ്പാദിക്കാത്ത അത്രയും കോടികൾ അല്ലെങ്കിൽ വാഗ്ദാനം ആരെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഈ പറയുന്നോണം ഇറങ്ങാം. പക്ഷെ എന്നാലും അവിടെ ഒരു അഭിമാനം, മാനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു MBA പോലെ, അതായത് MBA ആയിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ നേരെ കയ്യോങ്ങാൻ ഏതൊരു പോലീസുകാരനും വിറയ്ക്കും. അത് അവരുടെ ഔദ്യോഗിക ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും. അത് അവർക്ക് നന്നായിട്ടറിയാം. ആരും ഒപ്പം കാണത്തില്ല എന്നുള്ളതും നന്നായിട്ടറിയാം. ഇനി എത്ര അന്തം രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ശരി, ഉള്ളിൽ എത്ര രാഷ്ട്രീയമുണ്ടെങ്കിലും ശരി, അത്തരത്തിൽ പ്രയോഗിക്കത്തില്ല. അല്ലെങ്കിൽ ജോലി ഇനി വേണ്ടേ, ജീവിതം വേണ്ടേ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ആള് മാറിയതായിരിക്കണം. ആള് മാറില്ല. ഷാഫി അറിയാത്ത പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് എല്ലാ മന്ത്രിമാരെയും MPമാരെയൊക്കെ കൃത്യമായിട്ട് അറിയാം. അല്ലാതെ അവർ ഈ പണിക്ക് ഇറങ്ങത്തില്ലല്ലോ. ഏത് നട്ട പതിനെ ഷാഫി അറിയാത്ത പോലീസുകാരുണ്ട്. അല്ലെ, ഇതിനകത്ത് വോയിസിനകത്ത് പറയുന്നുണ്ട് ഷാഫി അപ്പുറത്ത് നിപ്പോട്ടെന്ന് തൊട്ടടുത്ത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ ഒന്നുകിൽ ഇത് ഈ പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങൾ നന്നായിട്ട് കിട്ടിയ ഏതോ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധമായിട്ടുള്ള രാഷ്ട്രീയം, എനിക്ക് പോലീസ് യൂണിഫോം ഇനി വേണ്ട എന്നാലും ഷാഫിക്കിട്ട് 2 കൊടുക്കണം എന്ന് വിചാരിക്കുന്ന പോലീസുകാരൻ. മൂന്നാമത് ഏതെങ്കിലും CPM ഗുണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുണ്ട പോലീസ് വേഷം കിട്ടി പ്ലാൻഡ് ആയിട്ട് ചെയ്തത്. കാരണം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഫോടവസ്തു എറിയുന്നു, ടിയർ ഗ്യാസ് എറിയുന്നു, അതിനോടൊപ്പം ഇവിടെ അടി വീഴുന്നു. അപ്പോൾ അതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പോലീസ് കണ്ടെത്താതെ സ്ഫോടവസ്തു എറിഞ്ഞത് UDF പ്രവർത്തകരാണെന്നുള്ള രീതിയിൽ വെറും പാവം പിടിച്ച 5 പ്രവർത്തകരെയും പിടിച്ചിപ്പോൾ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തീർത്തും എന്താ, ഈ ഷാഫിക്കെതിരെ വരെ കേസുണ്ട്. അപ്പോൾ ഇത് ഇല്ലേ, അടി കൊണ്ടവനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചവൻ ഏതാണെന്നുള്ളതില്ല, പോലീസുകാരൻ ഏതാണെന്നില്ല. സ്ഫോടവസ്തു കൃത്യമായിട്ട് എറിഞ്ഞ ഈ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തെളിവുകളുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ, അതുമില്ല. ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞു ഈ ടിയർ ഗ്യാസ് എറിഞ്ഞത് പ്രവർത്തകരാണെന്ന്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഒരു ഗ്രൂപ്പ് ഒരു സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം കിട്ടിയത്, പണി ആർക്കാണ് കിട്ടിയത്? UDF പ്രവർത്തകർക്കുമാണ്. അപ്പോൾ ആയുധമായിട്ടും അവർ നിൽപ്പുണ്ട് എന്നുള്ളത് പോലീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂറൽ SP പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾ ലാത്തി ചാർജിനൊന്നും നിർദ്ദേശം കൊടുത്തിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ റൂറൽ SPയുടെ ആ ഒരു വാദം അത് എങ്ങനെയാണ്? അല്ല, റൂറൽ SP പിന്നീട് പറഞ്ഞല്ലോ, ഞങ്ങൾ ലാത്തി ചാർജ് ഒന്നും ചെയ്തില്ല, പക്ഷേ ഷാഫിയെ ബോധപൂർവ്വം അടിച്ചത് ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥനാരേ? ആ ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് ഇതുവരെ ഒന്നും എടുക്കുന്നില്ല? ഒരു MP അല്ലേ അടിച്ചത്. ഇതിപ്പോ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്, ഈ പരാതി പോയിട്ടുണ്ട്. അപ്പൊ ഇതാരാണെങ്കിലും അങ്ങ് തീഹാർ ജയിലിലോട്ട് പോയി കിടന്നാൽ മതി, അപ്പം വെളിച്ചത്ത് വന്നോളൂ. ഇത് എത്ര അടിച്ചമർത്തിയാലും അങ്ങനെ വിട്ടുകൊടുക്കുക. ഈ കോൺഗ്രസിന് നമ്മൾ ഈ പറയുന്നോണം കൂട്ടത്തല്ല്, അതിനകത്ത് അടിപിടി ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ പറയുന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ അണികളുണ്ട്, കോൺഗ്രസിൻ്റെ അനുയായികളുണ്ട് അല്ലേ. മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷമാണ്, ഒരുപക്ഷെ ഒരു കാലത്തൊക്കെ ഭരണത്തിൽ ഇരുന്ന പാർട്ടിയാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും ഈ പാർട്ടി അങ്ങനെ തച്ചുടയ്ക്കാമെന്ന് ഇവരാരും പ്രതീക്ഷിക്കണ്ട, അത് നടക്കുന്ന കാര്യമല്ല. എത്രയോ പേര് കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ട്, ആ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ജനത്തിനെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല. മാത്രമല്ല ഷാഫിക്ക് അടിയേറ്റ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇത് മഷിയാണ്, ഇത് നാടകമാണ്, ഷാഫിയുടെ ഷോയാണ്. ഇത് ലൈവ് പോകുമ്പം തന്നെ മഷിക്കുപ്പി ഷാഫി മഷി ഒഴിച്ചു, എന്തുവാ മറ്റേ എന്തായിരുന്നു ഷാഫി ഷോ, ചാറ്റ് GPT കണ്ടെത്തി രക്തമല്ലെന്ന് കണ്ടെത്തി. പിന്നെ ഇനി ശസ്ത്രക്രിയയായ ICU എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹോസ്പിറ്റലുമായിട്ടുള്ള ഇടപാടാണ്. ഹോസ്പിറ്റലിന്റെ യഥാർത്ഥ റെക്കോർഡ് എക്സ്റേയും പുറത്തു വിട്ടപ്പോൾ പറയാന്നേ ഇത് വേറെ ആരുടെ എക്സ്റേ ആണ്. ഇങ്ങനെയാണെങ്കിൽ മീശയുള്ള ഷാഫിക്ക് എങ്ങനെ അനസ്തേഷ്യ കൊടുത്തു, മീശയുള്ള ഷാഫിക്ക് എങ്ങനെ സർജറി ചെയ്തു, ഇതിനെല്ലാം വിസ്തീർണം കൊടുത്തിട്ടും പറയാം ഞങ്ങൾ വിശ്വസിക്കില്ല. ഇനി ചെയ്യേണ്ടുന്നത് ഈ സംശയമുള്ള സഖാക്കന്മാർ ഷാഫിയുടെ മൂക്കങ്ങ് എടുക്കുമല്ലോ, ഇപ്പം പ്ലാസ്റ്ററൊക്കെ അങ്ങ് എടുക്കുമല്ലോ, എടുക്കുമ്പോൾ ഓരോരുത്തർ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കും. അല്ല ഇപ്പം എന്താ ഇപ്പോൾ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടമൊക്കെ വീണപ്പം വീണ ജോർജ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ബോധം കെട്ട് കിടന്നല്ലോ, ഇത് നാടകമാണ്, പരോട്ട നാടകമാണെന്ന് പറയാമല്ലോ. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ഇനി ഇടയ്ക്ക് പിണറായി വിജയൻ അങ്ങ് അമേരിക്കയിലോട്ട് പോയില്ലേ, ഇവിടെ മകളുടെ വിഷയവും മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയമൊക്കെ വന്നപ്പോൾ അങ്ങ് മുങ്ങിയല്ലോ. ഇപ്പോഴും മുങ്ങിയല്ലോ, ശബരിമല വിഷയം വന്നപ്പോൾ വീണ്ടും മുങ്ങിയല്ലോ. ഇത് മുങ്ങൽ വിദഗ്ധൻ എന്ന് പറഞ്ഞൂടെ, കപ്പിത്ത മുങ്ങൽ വിദഗ്ധരാണ് അവരും, അങ്ങനെ പറഞ്ഞൂടെ. അപ്പം ഇതെന്തും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആശയങ്ങളോട് പൊരുതു.
ശബരിമല വിഷയം നിങ്ങൾ ഒരു സഖാവ് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളൊരു ഹിന്ദു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്നുള്ള പൊരുതു, അതിന് വേണ്ടിയിട്ട് നേരിടും. ഇനി നിങ്ങളൊരു സഖാവ് ആയിക്കോട്ടെ, ഒരു നിരീശ്വരവാദി ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു മുതലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതിനു വേണ്ടി പോരാടും. ആശയങ്ങളോടാണ് പോരാടേണ്ടത്. ആശയങ്ങളോട് പോരാടുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ബലപ്രയോഗമല്ല നടത്തേണ്ടുന്നത്. സ്വയം ചിന്തിക്കുക. ഈ പറഞ്ഞ അന്ധമായിട്ടുള്ള രാഷ്ട്രീയം, അന്ധമായിട്ടുള്ള മതവും മനുഷ്യനെ ഭ്രാന്തനാക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും അതാണ് സംഭവിക്കുന്നത്. ഈ അന്ധമല്ലാത്തവരാണ് യുക്തിയോടെ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഒന്നിനെ നമ്മൾ അന്ധമായി വിശ്വസിക്കരുത്. അന്ധമായി രാഷ്ട്രീയത്തെയും മതത്തെയും കാണരുത്. അന്ധമായി രാഷ്ട്രീയത്തെ കാണുന്നവരാണ് പിണറായി വിജയൻ പറയുന്നതെല്ലാം ശരിയെന്ന് തോന്നുന്നത്, കടകംപള്ളി പറയുന്നതെല്ലാം ശരിയെന്ന് തോന്നുന്നതും, UDFും BJPയും പറയുന്നത് തെറ്റായി തോന്നുന്നതും. അതുപോലെ തന്നെ അന്ധമായി UDF വിശ്വസിക്കുന്നവരാണ് അവർ പറയുന്നതെല്ലാം ശരിയെന്നും BJP CPM പറയുന്നത് തെറ്റായിട്ടും തോന്നുന്നത്. അപ്പോൾ അന്ധമായി ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക. യുക്തിയോടെയും ബോധപൂർവം നിങ്ങൾ ഓരോന്നിനെയും ആശയത്തോട് നേരിടുക. എന്നാലേ നമുക്ക് നല്ലൊരു നാടിനെ നേടാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ തീർച്ചയായിട്ടും പേരാമ്പ്ര വിഷയം വലിയ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഗൂഢാലോചന എന്തായാലും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ ആരാണ് ഷാഫിയെ മർദ്ദിച്ചത്, ഇതിൻ്റെ പിന്നിൽ ആരാണെന്നതൊക്കെ തെളിയട്ടെ വരും ദിവസങ്ങൾ. തീർച്ചയായും.